അതുകൊണ്ട് വിചാരത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ ചിത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പിടികിട്ടും. പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു, ആര് നിർമ്മിച്ചു, ഇതൊക്കെയാണല്ലോ ശാസ്ത്രജ്ഞന്മാർ അന്നും ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല, ഇനിമേൽ കിട്ടാൻ പോകുന്നുമില്ല. കാരണം ഇങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാകാത്ത ഒന്നിൻ്റെ ഉത്പത്തി അന്വേഷിച്ചാണ് ഈ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ ദാർശനികന്മാരും അന്വേഷിക്കുന്നത്. കയറിൽ കാണുന്ന സർപ്പം എവിടെ നിന്ന് വന്നു, അത് എവിടെ നിന്നാണ് വന്നത്? കയറാണെന്ന് മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കയറാണ് സർപ്പമായി കാണപ്പെടുന്നത് എന്ന ലളിതമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാമ്പ് എവിടെ നിന്ന് വന്നു, അത് ഏത് ഇനത്തിലുള്ളതാണ്, വിഷമുള്ളതോ വിഷമില്ലാത്തതോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉദിക്കുകയില്ല. പ്രപഞ്ചം മിഥ്യയാണ് എന്നറിഞ്ഞാൽ സകല സംശയങ്ങളും തീരും. പ്രപഞ്ചത്തിന് സത്യത്വം ഉണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പ്രപഞ്ചോത്പത്തിയെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. 100 ചോദ്യങ്ങൾ പ്രപഞ്ചം സത്യമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്ന് ഉയരുന്നവയാണ്. ഈ ചിത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവം പറയാം. ഈ ചിത്തിൻ്റെ ഒരു ശക്തിയാണ് മായ. മായ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നർത്ഥം. മനസ്സെന്താ ചെയ്യുന്നത്? സങ്കല്പിക്കുന്നു. അപ്പോൾ സങ്കല്പം ചിത്തിൻ്റെ ഒരു ശക്തിയാണ്. അല്ല, എന്തുകൊണ്ട് ആ ശക്തി ചിത്തിന് ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് ചിത്തിനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് കഥയില്ല. ചിത്തിന് എന്തുകൊണ്ട് ഈ സങ്കല്പ ശക്തി ലഭിച്ചു? അതിന് ലഭിച്ചതല്ല, പണ്ടേക്ക് പണ്ടേ ഉള്ള ഒരു ശക്തിയാണ്. ഈ ചിത്ത് എന്നും സങ്കല്പശക്തിയോട് കൂടിയതായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, ഇനി മേലിലും അങ്ങനെ ആയിരിക്കും. അഗ്നി എന്തുകൊണ്ട് പ്രകാശം, ചൂട് എന്നീ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വെള്ളം എന്തുകൊണ്ടാണ് ദ്രവരൂപത്തിൽ കാണപ്പെടുന്നത്? കരിമ്പ് എന്തുകൊണ്ട് മധുരിക്കുന്നു? പുളിക്ക് എന്തുകൊണ്ടാണ് പുളിരസം? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, അവൻ എന്തുകൊണ്ട് അങ്ങനെ? ദുഷ്ടൻ എന്തിന് ദുഷ്ടത പ്രവർത്തിക്കുന്നു? സജ്ജനങ്ങൾ എന്തിന് സത്കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു? ഇതിനൊന്നും ഉത്തരവില്ല. അവനവൻ്റെ സ്വഭാവത്തിന് ചോദ്യം ചോദിക്കരുത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ചോദ്യം അവിടെ നിർത്തിക്കൊള്ളണം. ഓരോന്നിനും ഓരോ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോന്നിനും ഓരോ ഗുണമോ ദോഷമോ ഉണ്ടായിരിക്കും. അതിന് കാരണം ചോദിച്ചിട്ട് കഥയില്ല. അപ്പോൾ ഈ ചിത്ത് എന്താണ് ചെയ്യുന്നത്? സ്വയം യദ് വ്യപദിശത്യേഷഃ. ഈ ചിത്ത് തന്നെ എന്താണെന്ന് ഭാവന ചെയ്യുന്നുവോ അത് അതായി മാറും. ഇങ്ങനെ ഒരു സ്വഭാവം ചിത്തിനുണ്ട്. അതായത് സങ്കല്പത്തിലൂടെ എന്തും ആയി മാറാൻ കഴിവുള്ള ഒന്നാണ് ഈ ചൈതന്യം. സങ്കല്പത്തിലൂടെ എന്തും ആയി മാറും എന്നാണോ പറയുന്നത്? അതെ. സങ്കല്പിച്ചാൽ എങ്ങനെയാണ് വേറൊന്നായി മാറുക? ഇപ്പം ഞാനൊരു തവളയെ സങ്കല്പിക്കുന്നു, ഞാൻ തവളയായി മാറുമോ? ഞാൻ എന്നെ കരടിയോ പുലിയോ ആയി സങ്കല്പിക്കുന്നു, ആ മൃഗമായി ഞാൻ മാറുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് സങ്കല്പത്തിലൂടെ എന്തുമായി തീരാനുള്ള കഴിവ് ഈ ചിത്തിനുണ്ട് എന്ന് പറഞ്ഞത്? നിങ്ങൾ ചിത്താണെന്ന് അറിഞ്ഞുവോ? സാക്ഷാത്കരിച്ചുവോ? സാക്ഷാത്കരിച്ചെങ്കിൽ നിങ്ങൾ നിങ്ങളെ എന്താണെന്ന് ഭാവന ചെയ്യുന്നുവോ ആ ക്ഷണത്തിൽ നിങ്ങൾ അതായി മാറും. കാരണം അത് ചിത്തിൻ്റെ ഒരു ശക്തി വിശേഷമാണ്. പക്ഷേ തന്നെ ജീവനാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ മാറാൻ പറ്റില്ല. ഞാൻ ശുദ്ധബോധമാണ് എന്ന് സാക്ഷാത്കരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സങ്കല്പിച്ചാലും അതായി മാറാൻ കഴിയും. സത്യസങ്കല്പനായി തീരും അയാൾ. സത്യസങ്കല്പൻ എന്ന് പറയപ്പെടുന്നത് ഈശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ എന്നും സത്യമായി തീരും.
മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ സത്യമായി തീരാറില്ല. ഒത്താ ഒത്തു, അല്ലെങ്കിൽ ഇല്ല. പലപ്പോഴും ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുകയാണ് പതിവ്. മകളെ കല്യാണം കഴിച്ചയക്കും. മകൾക്ക് നല്ല ഒരു ഭാവി ലഭിക്കണം, നല്ല ഒരു പയ്യനെ നോക്കി മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി കല്യാണം കഴിച്ചയച്ചു. മൂന്നാം പക്കം സ്റ്റൗവ് പൊട്ടിത്തെറിച്ച് മകൾ മരിച്ചു. ഇപ്പോൾ വീടുകളിൽ സ്റ്റൗ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ഒക്കെ ഗ്യാസ് അടുപ്പാണല്ലോ. ഇപ്പം ഗ്യാസ് എന്തോ അങ്ങനെ ഇപ്പോൾ പൊട്ടിത്തരില്ല. വേറെ പല മാർഗങ്ങളാണ്. പാമ്പിനെ കൊണ്ടുവന്ന് കടിപ്പിക്കുക, ജനലിൻ്റെ ഇടയ്ക്ക് കൂടെ പാമ്പിനെ ഉള്ളിലേക്ക് അയക്കുക. എന്തൊക്കെയാണ് കൊല്ലാൻ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മാർഗങ്ങൾ. പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഉഗ്രവിഷമുള്ള സർപ്പത്തെ ഭാര്യ ഉറങ്ങുമ്പോൾ ആ ഭാര്യയുടെ മുറിയിലേക്ക് കടത്തിവിട്ട് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക. കടിച്ചിട്ട് ആ പാമ്പിനെ എടുത്ത് മാറ്റുക. പോലീസുകാരും ഡോക്ടർമാരും എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് നോക്കുമ്പോൾ എന്തോ പാമ്പ് കടിച്ചാണ് മരിച്ചിട്ടുള്ളത്. പാമ്പ് അവിടെ പാമ്പ് വന്നു, കടിച്ചു, പോയി. ഏത് പാമ്പാണ് കടിച്ചത്? എങ്ങനെയാണ് കടിച്ചത്? പാമ്പില്ലപ്പാ, ആൾ മരിച്ചു കിടക്കുന്നു. പോലീസുകാർ വന്ന് മഹസർ തയ്യാറാക്കുന്നു, ശവത്തെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പുറത്തുനിന്ന് എവിടെ നിന്നെങ്ങാനും ഒരു പാമ്പ് വന്ന് കടിച്ചതാവും, അതായത് കറി വെച്ചോണ്ടിരിക്കുമ്പോൾ ഇറങ്ങി ഓടിയതായിരിക്കും എന്ന് ജഗതി പറയുന്നത് പോലെ. വെച്ച കോഴിൻ്റെ മണം എന്ന് പറയുമ്പോഴേ അത് ഒരു കോഴിയെ കറി വെച്ചോണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതായിരിക്കും. അതുകൊണ്ടാണ് വെച്ച മണം എന്ന് പറഞ്ഞതുപോലെ പാമ്പിനെ കാണാനില്ല. എന്തൊക്കെയാണ് ടെക്നിക്കുകൾ. പക്ഷെ ആ കേസൊക്കെ തെളിയിച്ചു. ആ പാമ്പാട്ടിയെയും പിടിച്ചു, ഈ സ്ത്രീയുടെ ഭർത്താവിനെയും പിടിച്ചു. ദൈവം ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിക്കാനും ഈശ്വരൻ അനുവദിക്കുകയില്ല. നമ്മുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ ഒരു തത്വം എന്താണെന്ന് ചോദിച്ചാൽ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോട്ടെ, പക്ഷെ കുറ്റം ചെയ്യാത്തവനെ ശിക്ഷിക്കാൻ പാടില്ല. അതാണോ ഇപ്പം നടക്കുന്നത്? എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 20 വർഷം ജയിലിൽ കിടന്നതിന് ശേഷമാണ് കോടതി ഉത്തരവ് വരുന്നത്, ഇയാൾ കുറ്റക്കാരനല്ല. അപ്പം ഞാൻ 20 വർഷം ജയിലിൽ കിടന്ന് നരകിച്ചതോ അതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ അയാൾക്ക് കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ടോ? തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരാളെ ജയിലിൽ പിടിച്ചിട്ടു, 20-25 വർഷം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്, എന്താണ് അയാൾ കുറ്റക്കാരനല്ല എന്ന്. അപ്പോൾ ഞാൻ 25 വർഷം ഈ ജയിലിൽ കിടന്ന് നരകിച്ചത്, ആ 25 വർഷം എൻ്റെ കുടുംബം കഷ്ടപ്പെട്ടത്, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ, നിങ്ങളുടെ തലവിധി എന്നല്ലാതെ ആരെ ശിക്ഷിക്കാൻ പറ്റും? കാരണം ഇയാളെ കുറ്റക്കാരനാണെന്ന് വിധിച്ചത് ഒരു കോടതിയാണ്. അപ്പോൾ കോടതിയുടെ കുറ്റങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകാറില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അയാളുടെ കൈപ്പിഴവ് കൊണ്ടാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്ക് എന്താ പറയുന്നതിന് നഷ്ടപരിഹാരം. അയാൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. കോടതികൾക്ക് തെറ്റുപറ്റും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോടതികൾ എന്തിനാണ്? ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, പിന്നെ ഡിസ്ട്രിക്റ്റ് കോടതി, അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ സിംഗിൾ ജഡ്ജിൻ്റെ ഉത്തരവിനെതിരായി ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും തെറ്റ് സംഭവിക്കാം എന്നല്ലേ ഇത് തെളിയിക്കുന്നത്. മനുഷ്യൻ അവൻ പുറപ്പെടുവിക്കുന്ന വിധിന്യായത്തിൽ അപാകതകൾ ഉണ്ടാകും. അപാകത ഉണ്ടാകാൻ, തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
കോടതി ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത്. നല്ല മിടുക്കനായ ഒരു വക്കീലുണ്ടെങ്കിൽ ഏത് ക്രിമിനലിനെയും പുഷ്പം പോലെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. വക്കീലിൻ്റെ സാമർഥ്യമാണ്. നാക്കിന് കഴിവുണ്ടെങ്കിൽ നല്ല സംഭാഷണ ചാതുര്യം, ബുദ്ധിയും വേണം. എന്തെങ്കിലും വായി തോന്നുന്നത് കോടതിയിൽ വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈശ്വരൻ്റെ കോടതിയിൽ തെറ്റ് പറ്റില്ല. കാരണം അദ്ദേഹം മനുഷ്യനല്ല എന്നുള്ളത് തന്നെ. മനുഷ്യനായാൽ അവന് തെറ്റ് പറ്റും. തെറ്റ് പറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. ജഗദീശ്വരന് ഇന്നേ വരെ തെറ്റ് പറ്റിയിട്ടില്ല, ഇനി പറ്റുകയുമില്ല. ഈ ചിത്ത് സ്വം യദ് വ്യപദിശത്യേഷ ജഗന്നാംനാംബരാത്മകം. ജഗത്ത് എന്നുള്ളത് അതിസൂക്ഷ്മമായ ആകാശത്തിൽ കാണപ്പെടുന്ന ഒരു കാഴ്ച മാത്രമാണ്. കട്ടിയുള്ളത്, ദ്രവരൂപത്തിലുള്ളത്, അങ്ങനെ പല വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും ഇത് മൊത്തമായിട്ട് ഈ ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇതെല്ലാം ചുറ്റിത്തിരിയുന്നത് ആ ശൂന്യാകാശത്തിലാണ്. ഇവയുടെ ഉത്പത്തി ആകാശത്തിൽ നിന്നാണ്. അപ്പോൾ ആ ആകാശം ശൂന്യമാണെങ്കിൽ, പൊള്ളയാണെങ്കിൽ, അതിൽ നിന്നുണ്ടായ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മാത്രം എങ്ങനെ പൊള്ളയല്ലാതായിത്തീരും? അപ്പോൾ ഘനീഭവിച്ചതാണ് എന്നുള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. കട്ടിയുള്ളത്, ഭാരമുള്ളത്, സാന്ദ്രതയുള്ളത്, അതൊക്കെ നമ്മുടെ തോന്നലാണ്. സ്വപ്നത്തിൽ നാം ഒരു കരിങ്കല്ലിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കരിങ്കല്ലിൻ്റെ ഭാരം അളക്കുന്നത് പോലെ. സ്വപ്നത്തിൽ കരിങ്കല്ലിന് എത്ര ഭാരം ഉണ്ടാവും? എത്ര വേണമെങ്കിലും ഉണ്ടാവാം. സ്വപ്നത്തിലുള്ള ത്രാസ് എത്ര ഭാരം കാണിക്കുന്നുണ്ടോ അത്രയും ഭാരം ആ കല്ലിനുണ്ടാവും. ഉണർന്നെഴുന്നേറ്റ കല്ലുമില്ല, ത്രാസുമില്ല, ഭാരവുമില്ല, ഒരു പുല്ലുമില്ല. അല്ലാതെ എന്താണിത്? സ്വപ്നത്തിനകത്ത് യുക്തിക്ക് പ്രസക്തിയില്ല. പക്ഷേ എല്ലാം സത്യമെന്ന പോലെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും സ്വപ്നത്തിൽ. അപ്പോൾ ഈ ചിത്ത് എന്തിനെ ഉണ്ടെന്ന് കരുതുന്നുവോ, നിശ്ചയദാർഢ്യത്തിലൂടെ, സങ്കല്പശക്തിയിലൂടെ അത് എന്തിനെ ഭാവന ചെയ്യുന്നുവോ അതായി മാറും. അങ്ങനെ ഒരു ശക്തി. കാരണം ചിത്തെന്ന് പറയുന്നത് സത്യവസ്തുവാണ്, വാസ്തവത്തിൽ ഉള്ളതാണ്. സത്ത് അല്ലെങ്കിൽ സത്ത സ്വരൂപമായതാണ്. ഉണ്മ, നിലനിൽപ്പ് സ്വരൂപമായ ഒന്ന് എന്തിനെ സങ്കല്പിക്കുന്നുവോ, ഭാവന ചെയ്യുന്നുവോ അത് ഉള്ളതായി തീരും. എന്താ സംശയം? അതുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതുള്ളതായി തീരും. ഈ ലോകം എങ്ങനെയാണ് നമുക്ക് ഉള്ളതായി തീരുന്നത്? ഞാനിതിനെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്നു, തീരുമാനിക്കുന്നു, അങ്ങനെയാണ് ഇതുള്ളതായി തീരുന്നത്. സത്യദർശികൾ ഇത് മിഥ്യയാണെന്ന് തീരുമാനിക്കുന്നു, അവന് ഇതില്ല. ജ്ഞാനികൾക്ക് ഈ പ്രപഞ്ചമില്ല, നമുക്ക് ഇത് അങ്ങേറ്റം സത്യമായ ഒന്നാണ്. അപ്പോൾ ഇങ്ങനൊരു സ്വഭാവം ചിത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ പിടികിട്ടിയ കാര്യങ്ങളെയാണ് മുനി വർണ്ണിക്കുന്നത്. കിം ജ്ഞാതം തദാഹ. എന്താണ് അദ്ദേഹത്തിന് പിടികിട്ടിയത്? കുറേ കാര്യങ്ങൾ മനസ്സിലായി, അത് ഓരോന്നായി വർണ്ണിക്കുകയാണ്. നന്വിധി നാമേതി വിവേകി പ്രസിദ്ധവും നനു നാമാസ്യ ചിദ്ധാതോഹോ. ഈ ചിദ്ധാതുവിന് പ്രപഞ്ചം എന്ന് പറയപ്പെടുന്ന ഒന്ന് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു. പ്രപഞ്ചം എന്ന് പറയാതെ പ്രപഞ്ചം എന്ന് പറയപ്പെടുന്ന ഒന്ന് എന്നെന്തിനു പറഞ്ഞു? ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ പ്രപഞ്ചം ഇല്ല. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ ഈ അജ്ഞാനികളാണ് ഇത് സത്യമാണ്, ഉള്ളതാണ്, വാസ്തവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഈ അജ്ഞാനികൾ ഉണ്ടെന്ന് പറയുന്ന ഈ ലോകം ജ്ഞാനികളുടെ ദൃഷ്ടിയിൽ ഇല്ലാത്തതാണ്, അല്പം പോലുമില്ല, വെറും ഭ്രമം. നാമ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം.
ഇവിടെ നാമ എന്നുള്ളതിന് വിവേകിപ്രസിദ്ധവും, വിവേകികൾക്ക് ഈ പ്രപഞ്ചം എന്നും ഇല്ലാത്തത് തന്നെയാണ്. ഇതിന് അല്പം പോലും വാസ്തവികത വിവേകികൾ കൽപ്പിക്കുന്നില്ല. അങ്ങനെ വിവേകികൾക്ക് ഇല്ലാത്തതായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം വിചാരം ചെയ്യാത്തവർക്ക് സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു. അസ്യ ചിദ്ധാതോഹോ പ്രത്യേകാത്മന ഇതമൈശ്വരം രൂപം. വിവേകികൾക്ക് പ്രത്യേകാത്മാവിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ പ്രപഞ്ചം. പ്രത്യേകാത്മാവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. ഓരോ ജീവൻ്റെയും ഹൃദയാന്തർഭാഗത്തിൽ ഞാനുണ്ട് എന്ന അനുഭവമായി പ്രകാശിക്കുന്ന ആ പ്രത്യേകാത്മാവിൻ്റെ ഐശ്വരമായ രൂപമാണ് ഈശ്വരീയമായ ഭാവം. ആ ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചം സത്യം എന്ന് തീരുമാനിക്കുന്നത്. ജീവനാണ് തീരുമാനിക്കുന്നത്. ആ ജീവൻ ഈശ്വരൻ തന്നെയാണ്, ചിത്ത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ഇത് ഈശ്വരൻ്റെ പ്രകടമായ രൂപമാണ്. ഏത്? പ്രപഞ്ചം. ഐശ്വരം രൂപം. കീദൃശം, ഇതെങ്ങനെയുള്ളതാണ്? അല്ലെങ്കിൽ ഈ ഈശ്വരൻ്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ, യേഷ ഈശ്വരഃ അംബരാത്മകം ഖം ഘട ഇതി വാ പട ഇതി വാ ജഗദിതി വാ ജീവ ഇതി വാ യാദൃശനാമരൂപം വ്യപദിശതി സ്വയം തത്തജ്ജഗന്നാംനാ ഭവതി. ഇതാണ് സൃഷ്ടിയുടെ രഹസ്യം. ഒരുപാടൊന്നും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും ആവശ്യമില്ല. എന്താണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം? ഈ ചിദ്ധാതു പ്രത്യേകാത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ്. ജീവികളുടെ ഹൃദയാന്തർഭാഗത്ത് വസിക്കുന്നവനാണ് ഈശ്വരൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. സർവേശ്വരൻ്റെ കളി മുഴുവൻ ഉള്ളിലാണ്. നമ്മൾ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ആ പുറമേയുള്ള കളിയല്ല ഈശ്വരൻ്റേത്. ഈ കളി നടത്തുന്നത് ജീവന്മാരാണ്. അത് ട്രംപാണെങ്കിലും ശരി, സെലൻസ്കി ആണെങ്കിലും ശരി, വ്ളാഡിമിർ പുച്ചിനായാണെങ്കിലും ശരി, ഏത് പുച്ചിയോ പൂച്ചിയോ ആണെങ്കിലും ശരി, ഇവൻ്റെയൊക്കെ ഉള്ളിലിരുന്ന് അവനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അകത്തിരിക്കുന്ന ഈശ്വരനാണ്. അത് യുദ്ധം ചെയ്യുന്നവനും അറിയുന്നില്ല, യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനും അറിയുന്നില്ല, ഈ യുദ്ധം കാണുന്നവനും അറിയുന്നില്ല, ഈ യുദ്ധത്തെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ റിപ്പോർട്ടർമാരും അറിയുന്നില്ല. ആരാണ് ഈ കളി കളിക്കുന്നത്? ഇത് ലവൻ്റെ കളിയാണ്. ലവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഭഗവാന്റെ ലീലയാണിത് എന്ന് തത്വദർശികൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഈ ഈശ്വരൻ എന്താ ചെയ്യുന്നത്? യേഷ ഈശ്വരഃ, ഈ ഈശ്വരൻ അംബരാത്മകം ഖം, ശൂന്യത സ്വരൂപമായിട്ടുള്ള ആകാശത്തെ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നു. അപ്പോൾ ആകാശം ഉണ്ടാകുന്നു. ഒന്നുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ സങ്കല്പിച്ചാൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നിങ്ങൾ ഈശ്വരൻ അല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ ഈശ്വരനാണെന്ന് അറിയാത്തതുകൊണ്ട്. നിങ്ങൾ ഈശ്വരൻ തന്നെയാണ്. നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചാൽ അത് സത്യമായി തീരും. പക്ഷേ ആ സങ്കല്പങ്ങൾ സത്യമാക്കി തീർക്കുന്നതിന് ഞാൻ ഈശ്വരനാണെന്ന് അറിയണം. അല്ലാതെ ഗോവിന്ദനും ഗോപാലനുമായിട്ട് ജീവിച്ച നമ്മുടെ സങ്കല്പങ്ങൾ സത്യമാവില്ല. ഞാൻ ചിത്താണ്, ബോധമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ജ്ഞാനികൾക്ക് സങ്കല്പത്തിലൂടെ എന്തിനേയും സത്യമാക്കി തീർക്കാൻ പറ്റും. അവർ പ്രത്യക്ഷമായ ഈശ്വര സ്വരൂപികളാണ്. അതുകൊണ്ട് ജ്ഞാനികളെ എവിടെയെങ്കിലും കണ്ടാൽ വിടരുത്, പുറകെ കൂടിക്കോളണം. അമ്പലത്തിലിരിക്കുന്ന ഈശ്വരൻ തത്വോപദേശം ചെയ്യില്ല. വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് കരയാം, ചിരിക്കാം,
അല്ലെങ്കിൽ ആ ഈശ്വരനെ വഴക്ക് പറയാം. പക്ഷേ തത്വോപദേശം ഇന്നേ വരെ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങൾ ചെയ്തിട്ടില്ല. ആ ദൗത്യം നിർവഹിക്കുന്നത് തത്വദർശികളാണ്. അവർ സഞ്ചരിക്കുന്ന ഈശ്വരന്മാരാണ്. സഞ്ചരിക്കുന്ന ഈശ്വരന്മാർ. അമ്പലത്തിലെ വിഗ്രഹം ഞാൻ ദൈവമാണ് എന്ന് എപ്പോഴെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വിഗ്രഹം പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ അമ്പലത്തിൽ, അത് ശ്രീവരാഹ ക്ഷേത്രത്തിലാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയാണെങ്കിലും പഴനിമലയിലാണെങ്കിലും എവിടെ ചെന്നാലും നമ്മൾ അവിടെ പോകുമ്പോൾ ഉള്ളിൽ നിന്ന്, ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീകോവിലിൽ നിന്ന് ഒരു ശബ്ദം, ഞാൻ ഈശ്വരനാണ്. ആദ്യം ദേവപ്രശ്നം നടത്തും. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. കാരണം നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ ഊമയാണ്. ഊമയായിരിക്കും. അദ്ദേഹം മിണ്ടിയാൽ നമുക്ക് ഭയം വർദ്ധിക്കും. എൻ്റെ വിഗ്രഹം ചലിക്കാൻ തുടങ്ങിയാൽ, ഞാൻ പൂജിക്കുന്ന വിഗ്രഹം തനിയെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയാൽ, അയ്യോ ഏതോ ബാധയോ യക്ഷിയോ ഭൂതമോ എന്തോ ആണ്. എൻ്റെ ഈശ്വരൻ ഒരിടത്ത് വെച്ചാൽ അത് കല്ല് പോലെ, കരിങ്കല്ല് പോലെ അങ്ങനെ ഇരിക്കണം. ഞാൻ അതിൻ്റെ പുറത്ത് വെള്ളം കോരി ഒഴിക്കും എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യും, പുഷ്പങ്ങളർപ്പിക്കും, അതിനെ അലങ്കരിക്കും, അതിൻ്റെ മുമ്പിലിരുന്ന് നാമങ്ങൾ ജപിക്കും, ഭജന നടത്തും, എല്ലാം ചെയ്യും. പക്ഷേ നീ അനങ്ങരുത്. നീ അനങ്ങിയാൽ എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയം വർദ്ധിക്കും. കാരണം വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. വിഗ്രഹം നമ്മെ നോക്കി ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, വിഗ്രഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരാൻ പാടില്ല. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടെന്നർത്ഥം. വിഗ്രഹത്തിന് കുഴപ്പമുണ്ടെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർക്കെല്ലാം കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? മായയ്ക്കകത്ത് എന്താണ് സാധ്യമാകാത്തത്? അപ്പം നമ്മുടെ ഈശ്വരൻ കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളാവണം. അതാണ്. കളിമൺ പ്രതിമകളോ അല്ലെങ്കിൽ കൽപ്രതിമകളോ ആവണം നമ്മുടെ ഈശ്വരൻ. അത് LKG പോലും അല്ല, പ്ലേ സ്കൂളാണ്. ഏറ്റവും ആദ്യം കൊണ്ടാക്കുന്നത് പ്ലേ സ്കൂളിലാണ്. അവിടെ എന്താണ്? കളി. പ്ലേ സ്കൂളിൽ ആക്കാൻ എത്ര വയസ്സാവണം? 2 വയസ്സോ? തൊട്ടിലിൽ നിന്ന് ഇറങ്ങി പതുക്കെ ഇങ്ങനെ തത്തക്ക പിത്തക്ക നടക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കൊണ്ടാക്കുന്നത് പ്ലേ സ്കൂളിലാണ്. അവിടെ കളിയാണ്. അവിടെ ഗഹനമായ കാര്യങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ ആദ്യം ഈശ്വരനിൽ ഭക്തി ഉണ്ടാവാനും ഈശ്വരൻ എന്നൊരു ശക്തിയെ നമ്മുടെ മനസ്സ് പൂർണ്ണമായി അംഗീകരിക്കാനും വേണ്ടിയാണ് വിഗ്രഹാരാധനയിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ഇറ്റ്. അത് അവസാനമല്ല. അത് പ്രൈമറി ക്ലാസ് അല്ലെങ്കിൽ LKG അല്ലെങ്കിൽ പ്ലേ സ്കൂൾ എവിടുന്നെങ്കിലും തുടങ്ങണമല്ലോ. തുടങ്ങിയാലല്ലേ അവിടുന്ന് മുകളിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതൊരു ആദ്യപടി മാത്രമാണ് വിഗ്രഹാരാധന. ക്രമേണ ആ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ് വ്യക്തമായി പ്രകാശിക്കുന്നത് എന്നറിയുമ്പോൾ ആരാധന പുറത്തു നിന്നും ഉള്ളിലാവും. പുറത്ത് ഒരു വിഗ്രഹത്തെ പൂജിക്കുന്നതിന് പകരം ആത്മപൂജയായിരിക്കും പിന്നീട് നടക്കുക. എന്താണ് ആത്മപൂജ? ആത്മനേ നമഃ, അന്തരാത്മനേ നമഃ, പരമാത്മനേ നമഃ എന്ന് പറഞ്ഞ് പുഷ്പങ്ങൾ തൻ്റെ തന്നെ ശിരസിൽ പൂജിക്കുന്നയാൾ അർപ്പിക്കും. അപ്പോൾ ഈ ഈശ്വരൻ എന്തൊക്കെയാണ് സങ്കല്പിക്കുന്നത്? അമ്പരാത്മകം ഘം, ഒഴിവ് അല്ലെങ്കിൽ ശൂന്യത സ്വരൂപമായിട്ടുള്ള ആകാശം എന്നും, ഘട ഇതിവ, കൊടം എന്നോ അല്ലെങ്കിൽ കൊടമെന്നും, പട ഇതിവ, വസ്ത്രമെന്നും, ജഗതിദിവ, ജഗത്തെന്നും, ജീവ ഇതിവ, ജീവൻ അല്ലെങ്കിൽ ജീവാത്മാവെന്നും,
ഇങ്ങനെ എന്തിനെ സങ്കല്പിക്കുന്നോ അതായി മാറും. അതാണ് ഈ ചിത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. സങ്കല്പത്തിലൂടെ എന്തായി മാറാനും ഈ ചിത്തിന് കഴിവുണ്ട്. എന്തായി മാറാനുമുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എല്ലാമായി തീരാനുള്ള കഴിവ് എന്നർത്ഥം. ആ ശക്തി ഈ ചൈതന്യത്തിനുണ്ട്. അങ്ങനെ സങ്കല്പിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. ഈശ്വരൻ്റെ സങ്കല്പം തന്നെയാണ് ജീവഭാവമായി ഓരോ ശരീരത്തിലും പ്രകാശിക്കുന്നത്. ഈ സത്യം തിരിച്ചറിയണം. അല്ലാതെ ഞാനെന്ന് അഹങ്കരിച്ച് നടന്നാൽ ഈശ്വര തത്വത്തെ അറിയാനേ സാധ്യമല്ല. സിദ്ധാന്തപരമായ സത്യത്തെ സത്യദർശികളിൽ നിന്നും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നും കേട്ടോ പഠിച്ചോ ഈ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനെ അനുധാവനം ചെയ്യണം, അതിനെ പിന്തുടരണം. ഇതാണ് സത്യസാക്ഷാത്കാരത്തിനുള്ള ഒറ്റ വഴി. മറ്റുള്ളതൊക്കെ വളഞ്ഞ വഴിയാണ്. മറ്റ് വഴികളിലൂടെയൊക്കെ പോയാലും അവസാനം ഈ മാർഗത്തിൽ വന്നേ പറ്റൂ. ഏത് മാർഗം? വിചാരമാർഗം. ആ വിചാരമാർഗത്തെ പിന്തുടരാതെ ആത്മതത്വം തെളിഞ്ഞു കിട്ടാൻ പോകുന്നില്ല. ഈ കാര്യം ഉറപ്പായി മനസ്സിലാക്കണം. അപ്പോൾ ഈശ്വരൻ പലതരത്തിലും തന്നെ ഭാവന ചെയ്യുന്നു. ആകാശമായും കുടമായും വസ്ത്രമായും ജഗത്തായും ജീവനായും യാദൃശനാമരൂപം വ്യപദിശതി സ്വയം തത്ത ജഗന്നാംനാ ഭവതി. ഇങ്ങനെ ഈശ്വരൻ സങ്കല്പത്തിലൂടെ ഏതേത് നാമരൂപങ്ങളെ ഭാവന ചെയ്യുന്നുവോ, വ്യപദിശതി എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പറയുക എന്ന് പറഞ്ഞാൽ ഇവിടെ സങ്കല്പിക്കുക എന്നാണ് അർത്ഥം. വ്യപദിശതി എന്നുള്ള സംസ്കൃത വാക്കിന് മറ്റൊരർത്ഥവുമുണ്ട്, ആൾമാറാട്ടം നടത്തുക എന്നാണ്. വേറൊരു വ്യക്തിയെപ്പോലെ വേഷം മാറിയൊക്കെ വരുന്നില്ലേ ആൾമാറാട്ടം. ഈശ്വരനാണ് ഏറ്റവും വലിയ ജാലവിദ്യക്കാരൻ. ഏറ്റവും വലിയ ഫ്രോഡ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. അദ്ദേഹം തൻ്റെ സ്വരൂപത്തെ എപ്പോഴും മറച്ചു പിടിച്ചുകൊണ്ട് പല രൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ചുറ്റി നടക്കുന്നു ഒരേ സമയത്ത്. ഈശ്വരൻ്റെ വേഷങ്ങളാണ് ഈ കാണുന്ന സകല ജീവശരീരങ്ങളും. അചേതനങ്ങളും ഈശ്വരൻ കെട്ടിയ വേഷം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആർക്കാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പോലീസിൻ്റെ വേഷം ഇട്ടിരിക്കുന്നത് ഈ ഭഗവാനാണ്. ശ്രീരാമകൃഷ്ണദേവൻ ചോദിക്കും, ഈ ജീവൻ്റെ ആത്മാന്വേഷണം നിഷ്ഫലമായി തീരും എന്നാണ്. ജീവൻ്റെ ആത്മാന്വേഷണം, ജീവനാണ് ആത്മസാക്ഷാത്കാരം വേണ്ടത്. ജീവൻ ഞാൻ ആര് എന്ന് അന്വേഷിക്കുന്നത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഒരു കള്ളൻ പോലീസുകാരൻ്റെ വേഷം കെട്ടി ആ കള്ളനെ തന്നെ അന്വേഷിക്കുന്നത് പോലെയാണ്. എന്നെങ്കിലും ആ കള്ളനെ പിടിക്കാൻ പറ്റുമോ? അന്വേഷിക്കുന്നത് കള്ളനാണ്, പോലീസിൻ്റെ വേഷം കെട്ടി. അയാളെ തന്നെ എങ്ങനെ പിടിക്കും? അതിനുള്ള സാധ്യതയുണ്ടോ? കള്ളൻ ഒരിക്കലും താൻ പിടിക്കപ്പെടാൻ ആഗ്രഹിക്കില്ലല്ലോ, അല്ലേ? അപ്പോൾ ജീവൻ ഞാനാര് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഒരർത്ഥത്തിൽ വിഫലമാണ്. അത് ഫലിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ രമണ മഹർഷി പറഞ്ഞതോ, ഞാൻ ആര് എന്ന് തത്വവിചാരം ചെയ്യണം. ഹൂ ആം ഐ എന്ന് വിചാരം ചെയ്യണമെന്ന് പറഞ്ഞതോ, അതിനും മാത്രം പാകതയുണ്ടെങ്കിൽ ആ അന്വേഷണം സഫലമായി തീരും. അതിൽ സംശയമൊന്നുമില്ല. പാകതയില്ലാത്തവൻ ഞാനാര് ഇങ്ങനെ സ്വയം എത്ര പ്രാവശ്യം ഉള്ളിൽ ചോദിച്ചാലും എങ്ങനെ ഉത്തരം ലഭിക്കും? അതുകൊണ്ട് ഞാൻ ആരെന്ന് അന്വേഷിക്കേണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഞാൻ ആര് എന്ന് മഹാത്മാക്കൾ സഹസ്രാബ്ദങ്ങളായി അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ വാക്കൊന്ന് ശ്രദ്ധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്താണ്? ജീവോ ബ്രഹ്മൈവ നാപരഃ. ഞാനാര് എന്ന് എന്തിനന്വേഷിച്ച് കണ്ടുപിടിക്കണം? അതിൻ്റെ ആവശ്യം എന്താ?
ജീവൻ ബ്രഹ്മം തന്നെ എന്ന് ഉച്ചൈസ്തരം ഉപനിഷത്തുകളും അനേകം അധ്യാത്മ ഗ്രന്ഥങ്ങളും തത്വദർശികളും വിളിച്ചു പറയുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ അന്വേഷണം എന്തിനാ? അല്ല, അവർ പറയുന്ന സത്യം അങ്ങോട്ട് പിടികിട്ടുന്നില്ല, അതിനു വേണ്ടി ഞാൻ അന്വേഷിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചാലും അതിന് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ ബ്രഹ്മമാണ്, ഓരോ ജീവനും ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ശാസ്ത്ര സിദ്ധാന്തത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉൾക്കൊള്ളുന്നില്ല? അല്ല, അതെനിക്ക് പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, പറ്റാത്തത് ചിത്തശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. കുറച്ചുകൂടെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭഗവത് ആരാധനയൊക്കെ നടത്തി മനസ്സിനെ പവിത്രമാക്കൂ. അപ്പോൾ ഈ പറയുന്നത് മനസ്സിലാവും. പവിത്രമായ മനസ്സിന് മാത്രമേ നഗ്നമായ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ. ഇത് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. സത്യമെന്ന് പറയുന്നത് നഗ്നമാണ്. ആത്മാവിന് വസ്ത്രങ്ങളില്ല, അറിയാമോ? വസ്ത്രമില്ല. എന്നാൽ വസ്ത്രമുണ്ട്, അതിന് ശരീരമുണ്ട്. ആകാശമാണ് അതിൻ്റെ വസ്ത്രവും ശരീരവും. ആകാശം വസ്ത്രമോ? ആകാശം എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തെ ആവരണം ചെയ്യുന്നത്? ആകാശത്തെ വസ്ത്രമാക്കി നമുക്ക് ധരിക്കാൻ പറ്റുമോ? ബ്രഹ്മത്തിൻ്റെ വസ്ത്രമാണ് ആകാശം. ആകാശശരീരം ബ്രഹ്മ സത്യാത്മപ്രാണാരാമം മന ആനന്ദം ശാന്തി സമൃദ്ധമൃതം. സമൃദ്ധമായ ശാന്തിയുടെ സുഖത്തിൻ്റെ പേരാണ് ആത്മാവ്. ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയും? നമ്മൾ അന്വേഷിക്കുന്നത് ഈ സുഖത്തെയാണ്, ശാന്തിയെയാണ്. ശാന്തി എന്നുള്ള പെണ്ണും പിള്ളയുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല, കിട്ടത്തില്ല. കാരണം അവർക്ക് ഭർത്താവുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. നിരന്തരമായ ശാന്തി, ഉൾക്കുളിർമ, അതാണ് ഓരോ ജീവനും ജീവിതം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നത്. സംഭവം കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അപ്പോൾ സമൃദ്ധമായ ശാന്തിയാണ് ഈ ആത്മസ്വരൂപം. നമ്മൾ സുഖത്തിനെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിൽ താത്പര്യമില്ല. സുഹൃത്തെ, നിങ്ങൾ സുഖത്തെ അന്വേഷിക്കുന്നു, സുഖത്തിൽ താത്പര്യം ഉള്ളവനായിരിക്കുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾ ആത്മാന്വേഷിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ആത്മാവ് സുഖമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല, സുഖത്തെ അന്വേഷിക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളാൽ അന്വേഷിക്കപ്പെടുന്ന സുഖം, അത് തന്നെയാണ് ആത്മാവ്. സത്യവും ജ്ഞാനവും അനന്തവുമാണ് ഈ ആത്മതത്വം. സച്ചിദാനന്ദമാണത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആത്മാവിനെയാണ് അന്വേഷിക്കുന്നത് ജീവിതം മുഴുവൻ. ഏത് ജീവിയും സുഖത്തെയല്ലേ ആഗ്രഹിക്കുന്നത്? ശാന്തി, സമാധാനം, അതിനെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പൂർണ്ണതയാണ് ബ്രഹ്മമെന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? എനിക്ക് സുഖത്തിൻ്റെ നുറുങ്ങുകൾ മാത്രം മതി, എനിക്ക് തീപ്പൊരി മാത്രം മതി, അഗ്നിയെ അതിൻ്റെ പൂർണ്ണമായ ശക്തിയോടുകൂടി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്തം! തീപ്പൊരി കൊണ്ട് പാചകം ചെയ്യാൻ പറ്റില്ല. ഇന്ധനവും വേണം, പിന്നെ തീപ്പൊരി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അഗ്നിയായി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായ ജ്ഞാനം, അറിവിൻ്റെ നുറുങ്ങുകൾ കൊണ്ട് മാത്രം കഥയില്ല. വ്യക്തമായ ജ്ഞാനം, എല്ലാം ഒന്നാണ് എന്നുള്ള ജ്ഞാനം നേടിയേ പറ്റൂ. ഇങ്ങനെ കുടമായും വസ്ത്രമായും ആകാശമായും ജഗത്തായും ജീവനായും എന്തായിട്ടും, അല്ലെങ്കിൽ എല്ലാമായിട്ടും ഈശ്വരൻ സങ്കൽപ്പിക്കുന്നു. യത് യാദൃശനാമരൂപം വ്യപദിശതി. ഏതൊന്നിനെ ഈ ഈശ്വരൻ ഉള്ളതായി കരുതുന്നുവോ അല്ലെങ്കിൽ സങ്കല്പിക്കുന്നുവോ, ആ സങ്കല്പശക്തി കൊണ്ട് അതുള്ളതായി തീരുന്നു. അതപ്പോൾ ഉള്ളതായിത്തീരും. എന്തും എവിടെയാണ് ഉള്ളതായിത്തീരുന്നത്? നമ്മൾ പലതും ഉണ്ടെന്ന് പറയുന്നു. ഞാനുണ്ട്, നിങ്ങളുണ്ട്, വസ്തുവുണ്ട്, ഫോണുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. ഇതൊക്കെ
എവിടെയാണ്, ഏത് തലത്തിലാണ് ഉള്ളതായിത്തീരുന്നത്? ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഉണ്ട്. സൂര്യനുണ്ട്. എവിടെയുണ്ട്? ആകാശത്തിലുണ്ട്. മനസ്സിലായി. ആകാശം എവിടെയാണ് ഉള്ളതായി അനുഭവപ്പെടുന്നത്? ആകാശത്ത് ഉണ്ടെന്ന് അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സില്ലെങ്കിൽ ആകാശത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. ഗാഠനിദ്രയിൽ ആകാശത്തിൻ്റെ അനുഭവം ഉണ്ടോ? മനസ്സ് ലയിച്ചു പോയി, അപ്പോൾ ആകാശത്തിൻ്റെ അനുഭവമില്ല. അപ്പോൾ ഏത് നാമരൂപവും ആകാശത്തിലാണ്. എല്ലാ നാമരൂപങ്ങളും ഉള്ളതായി തീരുന്നത് ആകാശത്തിലാണ്. പക്ഷേ ആ ആകാശം മനസ്സിലാണ്, അല്ലെങ്കിൽ സങ്കല്പത്തിലാണ് ഉള്ളതായിത്തീരുന്നത്. അടുത്ത ഒരു ചോദ്യം, സങ്കല്പം എവിടെയാണ് ഉള്ളതായിത്തീരുന്നത്? സങ്കല്പത്തെ ആരുണ്ടെന്നറിയുന്നുവോ അയാളിലാണ് സങ്കല്പം ഉള്ളതായിത്തീരുന്നത്. സങ്കല്പത്തെ അറിയുന്നത് ആര്? ഓരോ ജീവനുമാണ് സങ്കല്പത്തെ അറിയുന്നത്. അപ്പോൾ ജീവൻ എന്നുള്ള അധിഷ്ഠാനത്തിലാണ് സങ്കല്പം ഉള്ളതായിത്തീരുന്നത്. സങ്കല്പം എന്നുള്ള അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ തലത്തിലാണ് നാമരൂപങ്ങൾ ഉള്ളതായിത്തീരുന്നത്. ഇനി അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ ഞാനെന്നുള്ള അനുഭവം എന്തുള്ളത് കൊണ്ട് സാധ്യമാകുന്നു? അതറിയില്ല. എന്നാൽ അതും കൂടെ അറിഞ്ഞാൽ അറിവ് പൂർണ്ണമായി. ഞാൻ എന്തുള്ളത് കൊണ്ട് ഞാനെന്ന് അനുഭവിക്കുന്നു? ബോധമുള്ളത് കൊണ്ട്, ആത്മാവുള്ളത് കൊണ്ട്, ചിത്തുള്ളത് കൊണ്ട്, പരമാത്മതത്വം ഉള്ളത് കൊണ്ട്. അതുള്ളത് കൊണ്ടാണ് എനിക്ക് ഞാനുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാനുണ്ട് എന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഞാനായി നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഞാനുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ എൻ്റെ കേമത്തമല്ല. നിങ്ങളുടെ കേമത്തമാണെന്ന് നിങ്ങൾ തർക്കിച്ചാൽ, നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞാനുണ്ടെന്ന് അനുഭവിച്ചു കൊണ്ട് ഉറങ്ങുന്നില്ല? ആ ചോദ്യത്തിന് കൂടെ നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഈ ഞാൻ എൻ്റെ പിടിയിലല്ല. കാരണം മറ്റൊരാളുടെ നിയന്ത്രണത്തിലാണ് ആ ഞാൻ. അപ്പോൾ പിന്നെ ഈ അഹങ്കാരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ ഇപ്പോൾ ശരിയാക്കി കളയും, മലമറിച്ച് കളയും, കാണിച്ചു തരാം, പാഠം പഠിപ്പിക്കും. ഈ ജീവൻ്റെ പൊള്ളത്തരം ജീവൻ സ്വയം മനസ്സിലാക്കണം. അപ്പോഴാണ് ആത്മാവിനെ അറിയാൻ കഴിയുന്നത്. ഞാനിൻ്റെ പ്രസക്തി അല്പാൽപമായി കുറഞ്ഞ് വരുമ്പോഴാണ് ആത്മാവ് തെളിഞ്ഞ് വരുന്നത്. ആത്മാവിനെ മറച്ചുകൊണ്ടാണ് ഈ ഞാൻ ഭാവം പൊന്തുന്നത് എന്ന് ചുരുക്കം. ഞാൻ പൊന്തിയാൽ ആത്മാവ് മറയ്ക്കപ്പെടുമെന്നല്ല, മറയ്ക്കപ്പെട്ടതുപോലെയായിത്തീരും. സർവവ്യാപകമായ ആത്മതത്വത്തെ ഈ അല്പമായ അഹന്തയ്ക്ക് എങ്ങനെ മറയ്ക്കാൻ കഴിയും? പക്ഷേ നമ്മൾ അതിനെ മറക്കുന്നു. മറന്നു പോകുമ്പോൾ മറഞ്ഞതുപോലെ തോന്നുന്നു. ഓർമ്മിച്ചാൽ അതവിടെ തന്നെയുണ്ട്, ഞാനായിട്ടുണ്ട്. അപ്പോൾ ആത്മാവിനെ എവിടെ അന്വേഷിക്കണം? ഞാനെന്നുള്ള അനുഭവത്തിൽ. ഞാനെന്നുള്ള അനുഭവമല്ല ആത്മാവ്. ആ അനുഭവത്തിന് കാരണമായിരിക്കുന്ന അതിൻ്റെയും പുറകിലുള്ള അധിഷ്ഠാനമാണ് ഈ ആത്മതത്വം. അതുകൊണ്ട് അതിനെ ഉള്ളിൽ വേണം തിരയാൻ. ഉള്ളിൽ തിരയുന്നവർക്ക് മാത്രമേ ആത്മജ്ഞാനം ലഭിക്കൂ. പുറമേ അന്വേഷിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. പുറമേ ഉള്ളതെല്ലാം ജഡങ്ങളാണ്, ജഡപദാർത്ഥങ്ങളാണ്. ചിത്തിൻ്റെ രഹസ്യം ജഡങ്ങൾ അന്വേഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും? ചിത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമമാണ് ജഡം. ജഡത്തിൻ്റെ രഹസ്യം ജഡങ്ങളെ വിശകലനം ചെയ്താൽ കിട്ടില്ല. ജഡാനുഭവം എവിടെയാണ് അനുഭവപ്പെടുന്നത്? ജഡങ്ങൾ ഉണ്ട് എന്നുള്ള അനുഭവം ജഡത്തിലല്ല,
കല്ലുണ്ട് എന്നുള്ള അനുഭവം കല്ലിലല്ല, എൻ്റെ ഉള്ളിലാണ്, ഞാൻ ചിത്താണ്. ഇങ്ങനെ ഉണ്മയുടെ അനുഭവം, തൻ്റെ ഉണ്മയായാലും പ്രപഞ്ച പദാർത്ഥങ്ങളുടെ ഉണ്മയായാലും ഉണ്മയുടെ അനുഭവവും അതുപോലെ ഇല്ലായ്മയുടെ അഭാവത്തിൻ്റെ അനുഭവവും ഉണ്മയിലാണ് സംഭവിക്കുന്നത്. ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയാൻ ഉള്ള ഒന്നിന് മാത്രമേ കഴിയൂ. ഉള്ള ഒന്നിൻ്റെ പേരാണ് ബ്രഹ്മം, ആത്മാവ്, ജീവൻ, ഭഗവാൻ, ദൈവം. അതുമാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. അത് ഏകമാണ്. അതിൻ്റെ പ്രകടന വിശേഷമാണ് ഈ നാനാത്വം. അപ്പോൾ അതിനെ അനുഭവത്തിൽ തേടണം. ദ്വൈതത്തിൻ്റെ രഹസ്യം പിടികിട്ടണമെങ്കിൽ അദ്വൈതത്തെ സാക്ഷാത്കരിക്കണം എന്നർത്ഥം. രണ്ടിൻ്റെ രഹസ്യം രണ്ടുകളെ അന്വേഷിച്ചാൽ കിട്ടില്ല. രണ്ടിൻ്റെ ഇടയ്ക്ക് മാളത്തിനകത്ത് എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പോലെ അന്വേഷിച്ചാൽ ദ്വൈതത്തിൻ്റെ രഹസ്യം പിടികിട്ടത്തില്ല. ഇരുട്ടിൻ്റെ രഹസ്യം ഇരുട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ടറിയാൻ പറ്റില്ല. ഇരുട്ടിൻ്റെ രഹസ്യം അറിയണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണം, അല്ലെങ്കിൽ വെളിച്ചം കൊണ്ടുവരണം. വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ടിൻ്റെ രഹസ്യം പിടികിട്ടുമോ? പിടികിട്ടും. എന്താണെന്നോ? ഇരുട്ടെന്നൊന്നില്ല. ഇരുട്ടെന്നൊന്നില്ല, ജഡമില്ല എന്നാണ് ചിത്തിനെ സാക്ഷാത്കരിക്കുന്നവർ ഉള്ളിൽ അനുഭവിക്കുന്നത്. ജഡപ്രപഞ്ചം എന്നൊന്നില്ല. ഇത് മുഴുവൻ ചൈതന്യത്തിൻ്റെ ഒരു പ്രസരണം മാത്രമാണ്. ഒരു പ്രകാശ സമുദ്രമാണ് ഈ പ്രപഞ്ചം. അല്ല, ജഡപദാർത്ഥങ്ങൾ ഒരുപാടുണ്ടല്ലോ, കല്ലും മുള്ളും കട്ടയും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഈ നാമരൂപങ്ങൾ ചിത്തിൻ്റെ ശക്തിയായ മായയുടെ സൃഷ്ടിയാണ്. ചിത്ത് പ്രകാശമാണ്. അതിനെ ജഡങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധ്യമല്ല. ബുദ്ധിയാണ് ആ ആത്മപ്രകാശത്തെ കാണിച്ചു തരേണ്ടത്. അപ്പോൾ ആ ബുദ്ധിയെ തന്നെ ശരണം പ്രാപിക്കണം. യത് യാദൃശനാമരൂപം വ്യപദിശതി. ഈ ചിത്ത് അല്ലെങ്കിൽ ഈശ്വരൻ, ഭഗവാൻ എന്തിനെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നു, സ്വയം തത്ത ജഗന്നാംനാ ഭവതി. അദ്ദേഹം അതായി സ്വയം മാറുന്നു. ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചനാമരൂപങ്ങളായി മാറിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ സർവം ബ്രഹ്മമയം, സർവം ശിവമയം, അല്ലെങ്കിൽ സർവം വിഷ്ണുമയം ജഗത് എന്നൊക്കെ പറയാൻ പറ്റൂ. അനുഭവിച്ചിട്ട് പറയുന്നതാവും നല്ലത്. അനുഭവിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാം, തെറ്റില്ല. പക്ഷെ പറഞ്ഞു നടന്നത് കൊണ്ട് മാത്രം അനുഭവമാവില്ല. അനുഭവിച്ചിട്ട് പറഞ്ഞാൽ ആ പറച്ചിലിന് ഒരു ഊക്കുണ്ട്, അതിനൊരു ബലമുണ്ട്, ആ വാക്കുകൾക്കൊരു ശക്തി ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ നിർത്താം. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം മുഴുവനായിട്ടില്ല. ഒരു ശ്ലോകമേ വായിക്കാൻ പറ്റിയുള്ളൂ. അടുത്ത ശ്ലോകവും കൂടെ വായിച്ചാൽ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാകും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ വായിക്കാം.